സർവീസിലിരിക്കെ ഇടതു നേതാക്കളെ പ്രശംസിച്ച രാഷ്ട്രീയ ശ്രദ്ധാകേന്ദ്രമായ ഡോക്ടർ ദിവ്യ എസ് അയ്യർ CPM-ലേക്കെന്ന അഭ്യൂഹം ശക്തമാകുന്നു. കെ രാഗേഷിനെ CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറിയാക്കിയതിനെ തുടർന്ന് രാഗേഷിനെ പ്രശംസിച്ചാണ് ദിവ്യ എസ് അയ്യർ രാഷ്ട്രീയ കേരളത്തിൽ വിവാദ നായികയായത്. ദിവ്യയുടെ നടപടിയെ ശക്തമായ ഭാഷയിൽ വിമർശിച്ച് കെ മുരളീധരനും BM സുധീരനുമടക്കമുള്ള കോൺഗ്രസ് നേതാക്കളും രംഗത്തു വന്നിരുന്നു. എന്നാൽ തന്റെ നിലപാടിൽ ഉറച്ചുനിന്ന ദിവ്യ എസ് അയ്യർക്ക് CPM കേന്ദ്രങ്ങളിൽ നിന്നും ശക്തമായ പിന്തുണയാണ് ലഭിച്ചതും. ഒരു ഭാഗത്ത് കോൺഗ്രസ് നേതാക്കളും മറുഭാഗത്ത് CPM നേതാക്കളും വിവാദം ഏറ്റുപിടിച്ചതോടെ ദിവ്യ എസ് അയ്യരുടെ പ്രശംസയ്ക്ക് രാഷ്ട്രീയ മാനവും കൈവന്നു. മുഖ്യമന്ത്രി അടക്കമുള്ള CPM നേതാക്കൾ ദിവ്യ എസ് അയ്യരുടെ നിലപാടിനെ പിന്തുണച്ചപ്പോൾ ദിവ്യയുടെ തുടർ നീക്കങ്ങൾ നിരീക്ഷിക്കുകയാണ് കോൺഗ്രസ് നേതൃത്വം. തുടർന്നും ദിവ്യയുടെ ഭാഗത്തുനിന്നും സമാന രീതിയിലുള്ള സമീപനമുണ്ടായാൽ അത് ദിവ്യയെ CPM-ലേക്ക് അടുപ്പിക്കുന്നുവെന്നതിന്റെ ശക്തമായ സൂചനയായാണ് രാഷ്ട്രീയ കേരളം വ്യാഖ്യാനിക്കുന്നതും. അങ്ങനെയെങ്കിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ദിവ്യ എസ് അയ്യരുടെ രാഷ്ട്രീയ പ്രവേശം വീക്ഷിക്കുന്നവരും ഏറെയാണ്. ആദ്യ പിണറായി സർക്കാരിന്റെ തിളങ്ങുന്ന മുഖമായിരുന്ന ശൈലജ ടീച്ചർക്കും പിന്നീട് വന്ന ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിനും പിന്നാലെ ദിവ്യ എസ് അയ്യരിലേക്ക് ഇപ്പോൾ CPM കേന്ദ്രങ്ങളും കണ്ണുവെക്കുകയാണ്. ദിവ്യ എസ് അയ്യർക്ക് സമൂഹ മാധ്യമങ്ങളിലൂടെ ലഭിക്കുന്ന കയ്യടികളും പിന്തുണയും മുതലാക്കി അവരെ കൂടെ നിർത്തണമെന്ന ആഗ്രഹം മിക്ക CPM നേതാക്കൾക്കുമുണ്ട്. ഒരുപക്ഷെ മുഖ്യമന്ത്രി നേരിട്ട് ആവശ്യപ്പെട്ടാൽ ദിവ്യ എസ് അയ്യർ രാഷ്ട്രീയത്തിലേക്ക് എത്തിയേക്കുമെന്നും സൂചനകളുണ്ട്. അങ്ങനെയെങ്കിൽ ദിവ്യ എസ് അയ്യർ അടുത്ത തെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥിയാക്കുമെന്നതിലും സംശയമില്ല. ദിവ്യ എസ് അയ്യരുടെ രാഷ്ട്രീയ പ്രവേശനത്തിലൂടെ കോൺഗ്രസിനെ രാഷ്ട്രീയമായി പ്രതിസന്ധിയിലാക്കുക എന്ന ലക്ഷ്യവും CPM-നുണ്ട്. വിസ്മയ പൊളിറ്റിക്കൽ ഡെസ്കിൽ നിന്നും റിജോ പത്തനാപുരം.